ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെൽഡിംഗ് ഹെൽമെറ്റ് ആണ്. വെൽഡിംഗ് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ സാധാ വെൽഡിംഗ് ഹെൽമെറ്റ് അല്ല, ഓട്ടോമാറ്റിക് ഡാർക്കനിങ് വെൽഡിംഗ് ഹെൽമെറ്റ്. നമ്മൾ സാധാ വെൽഡിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കുകയും ഇങ്ങനെ പൊക്കുക. ഇപ്പം കാണിക്കാം. ഇങ്ങനെ തലയിൽ വെച്ച ശേഷം നമ്മളിങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യുകയുണ്ടായിട്ട് വരും. അല്ലെങ്കിൽ സാധാ വെൽഡിംഗ് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നത്. ഈ ഒരു വെൽഡിംഗ് ഹെൽമെറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ നമ്മളിങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് ആവും. അല്ലാത്തപ്പോൾ നമുക്ക് വെട്ടം കിട്ടും. നമുക്കിപ്പം വെൽഡ് ചെയ്യുന്ന സമയം കറക്റ്റ് ആ വെൽഡിങ് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ലൈറ്റ് പോവുകയും ഡാർക്ക് ആവുകയും ചെയ്യും. നമ്മുടെ കണ്ണിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ സാധാ വെൽഡിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഡാർക്ക് ആവത്തില്ല. നമ്മൾ ഇത് ഇങ്ങനെ മാറ്റി ഇങ്ങനെ നോക്കി വീണ്ടും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നോക്കിയാണ് നമ്മൾ വെൽഡ്. നമ്മുടെ ഈ വെൽഡിംഗ് ഹെൽമെറ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് ആവും. നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് ആവുന്നതാണ്. അപ്പം ഇത് നമ്മൾ 2 ബാറ്ററിയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇത് സോളാറിൻ്റെ ബാറ്ററിയാണ്. സോളാർ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തും. അതുപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്തും പിന്നെ ശകലം സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. നമ്മൾ ബാറ്ററി ചേഞ്ച് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഗുണം ഇതിൻ്റെ നമ്മുടെ മുഖത്തിനും നമ്മുടെ കണ്ണിനും നല്ല പ്രൊട്ടക്ഷനാണ്. ആദ്യമായി ഞാൻ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ കണ്ണിന് നല്ല വേദനയായിരുന്നു. കണ്ണിന് വേദനയും ഒരു രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് വെൽഡ് ചെയ്യുന്നവർക്കും നമ്മൾ സ്ഥിരമായിട്ട് വെൽഡ് ചെയ്യുന്നവർക്കും ഒരുപാട് ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് നമ്മുടെ ഇൻകോടെ കിടുക്കം ബ്രാൻഡാണ്. വേറൊന്നും പറയാനില്ല. ഇപ്പം ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആവുന്നു. പക്ഷെ ഇതുവരെ ഒരു കുഴപ്പങ്ങളുമില്ല. തറ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ശകലം കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ പെയിന്റ് ഇങ്ങനെ ആയപ്പോൾ ടിന്നറിട്ട് തുടച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് പെയിന്റ് പോയതല്ലാതെ ഒരു കുഴപ്പങ്ങളും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡാർക്കിനെസ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വെട്ടം അടിക്കുന്ന സമയത്ത് നമുക്ക് ഡാർക്കനിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഡാർക്കനിങ് ആവാതിരിക്കണമെങ്കിൽ ഈ സ്വിച്ച് അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ വെട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്വിച്ച് അടിച്ചിട്ടാൽ മതി. നമുക്ക് ആ വെട്ടം ഡാർക്ക് ആവാതെ തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ച് ഈ സ്വിച്ച് അടിച്ചിടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ ഒരു സ്പോഞ്ച് ഉണ്ട്. നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് വരുന്ന സ്പോഞ്ച് ഉണ്ട്. അത് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഊരിയെടുത്ത് കഴുകാം. അതുപോലെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടൈറ്റ് ഇടാം. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു പിന്നെ ഒരു സ്ക്രൂ ഉണ്ട്. അത് നമുക്കിങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഹെഡ് പല അളവായിരിക്കും. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിടാവുന്ന ഒരു അഡ്ജസ്റ്റർ ഉണ്ട്. നമുക്ക് ഈ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു സ്പെയർ ഫിലിം നമുക്ക് കിട്ടും. അപ്പം ഈ ഫിലിം നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവിടെ സ്ക്രാച്ച് വീണ്ടും നമുക്ക് കാണാതാകും. അപ്പോൾ കാണാതാകുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി കൊടുക്കും. ടിന്നർ വീണായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പം ടിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ഒഴിക്കുന്ന ടിന്നർ. അപ്പോൾ അത് വീണ് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റാതെ മങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് മാറ്റിയ ഫിലിമാണ്. അകത്തും ഒരു ഫിലിമുണ്ട്. അതും ഈ പൊടിയൊക്കെ ആയി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് സ്ക്രാച്ച് വീണ് കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റിയിടാവുന്നതാണ്. ഈ ഫ്രണ്ടിൻ്റെ റിവേഴ്സ് ഏരിയ എന്ന് പറയുന്നത് 92x42 mm ആണ്. പിന്നെ കാർട്രിഡ്ജ് സൈസ് 110x90x9 mm ആണ്. പിന്നെ ARC സെൻസർ, ഇത് 2 സെൻസറാണുള്ളത്. ഇതിൻ്റെ സെൻസർ നമുക്ക് 2 സെൻസർ ഉണ്ട്. ഈ സെൻസറാണ്
ഈ സെൻസറിൽ വെട്ടം അടിക്കുമ്പോഴാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഡാർക്ക് ആവുന്നത്. അപ്പം ഇവിടെ വെട്ടം അടിച്ചില്ലെങ്കിൽ നമ്മൾ സാധാ നമുക്ക് കാണുന്ന പോലെ കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു ഗ്രീൻ കളറാണ്, എന്നാലും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോഴുള്ള വെട്ടം അടിച്ചാലും ഇത് ഓട്ടോമാറ്റിക്കലി ഡാർക്ക് ആവും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സ്വിച്ച് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ പവർ ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്. പവർ ഓൺ ഓഫും ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമ്മളത് പ്രത്യേകിച്ച് പവർ സ്വിച്ച് ഓൺ ആക്കുമോ ഓഫ് ആക്കുമോ ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ഓൺ ആയിക്കോളും. പിന്നെ UV IR പ്രൊട്ടക്ഷൻ, DN16 പവർ സപ്ലൈ, സോളാർ സെൽ ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി മാറേണ്ട ആവശ്യമില്ല, സോളാറാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് സോളാറിൻ്റെ ഒരു പാനൽ ഇരിപ്പുണ്ട്, അതുവഴി ചാർജ് ആയിക്കോളും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററിയാണ്. ഇതിൻ്റെ ഡാർക്ക് ലൈറ്റ് ഡിലേ 0.1 - 1.0 ആട്ടോ. അതാണ് ഡാർക്കനിങ്. അതിൻ്റെ ടൈമിംഗ് ഉണ്ട്, ഡാർക്കനിങ് ആവുന്നതും തിരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡാർക്ക് ആവുകയും ലൈറ്റ് ആവുകയും ചെയ്യുന്നതിൻ്റെ ടൈമിംഗ് ആണ് പറയുന്നത്. അതിനകത്ത് ഗ്രൈൻഡിങ് ഫംഗ്ഷൻ ഉണ്ട്. ഗ്രൈൻഡിങ് ഫംഗ്ഷൻ ഇതാണ്. ഈ സ്വിച്ച് അടിച്ച് ചെയ്യുമ്പോൾ ഗ്രൈൻഡിങ് ഫംഗ്ഷൻ ആകും. ഗ്രൈൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ കിട്ടും, കാരണം ഡാർക്ക് ആവത്തില്ല. ഈ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെൽഡിങ് അറിയാത്തവർക്കും വെൽഡിങ് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ആദ്യമായിട്ട് വെൽഡ് ചെയ്യുന്നവർക്ക് കണ്ണിന് നല്ല പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഒരു പ്രാവശ്യം പോലും കണ്ണിന് പ്രശ്നമില്ലാതെ വെൽഡിങ് പഠിക്കാനോ ചെയ്യാനോ സാധിക്കത്തില്ലെന്നാണ് നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാവുന്നത്. കാരണം നമ്മൾ വെൽഡ് ചെയ്ത് എങ്ങനെയായാലും കണ്ണിന് ഒരു പ്രാവശ്യം പ്രോബ്ലം വന്നിരിക്കും, അത് ഉറപ്പുള്ള കാര്യം. അപ്പം ഒരു പ്രോബ്ലം വരാതെ തന്നെ നമുക്ക് ഈ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ, കണ്ണിന് ഒരു പ്രോബ്ലം വരാതെ തന്നെ ഈ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഗ്രൈൻഡ് ഉപയോഗിക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഫേസ് ഫുള്ള്, ഇപ്പം നമ്മൾ ഗ്ലാസ് മാത്രം വെക്കുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ ഇവിടെ എല്ലാം, നമ്മളിപ്പം ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്തും എല്ലാം നമ്മുടെ അതിൻ്റെ ഇരുമ്പിൻ്റെ അതുകൊണ്ടല്ലോ തീ പോലെ ഇങ്ങനെ വരും. അത് നമ്മുടെ മുഖത്ത് വന്നിട്ട് അടിക്കാനും നമ്മുടെ കണ്ണിലും മുഖത്തും ഒക്കെ നമുക്ക് പെയിൻ പോലെ അനുഭവപ്പെടും. അപ്പോൾ അത് ഒന്നുമില്ലാതെ നമുക്ക് ഗ്രൈൻഡ് എത്ര ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട്, മെയിനായിട്ട് ഇതിൻ്റെ പറഞ്ഞാൽ സേഫ്റ്റിയാണ്. സേഫ്റ്റി, കണ്ണിന് സേഫ്റ്റി, നമ്മുടെ ഫേസിന് സേഫ്റ്റി ആണ്. അപ്പം ഇനി ഇത് വെച്ചിട്ടൊന്ന് വെൽഡ് ചെയ്ത് കാണിക്കാം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വെൽഡ് ചെയ്യുമ്പോൾ ഡാർക്ക് ആവുന്നത്, തിരിച്ച് ലൈറ്റ് വരുന്നത് എന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഹെൽമെറ്റ് വെച്ച് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ലൈറ്റ് ഓഫ് ആവുന്നത് ഓൺ ആവുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വെൽഡിങ് അടിക്കുന്നതിന് മുൻപേ ആയിട്ട് നമ്മുടെ കാണുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. വെൽഡിങ് നമ്മൾ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് പച്ച കളറാണ് നമ്മുടെ ഹെൽമെറ്റിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ അകഭാഗമാണിത്. 2 ബാറ്ററിയുടെ ഇടുന്ന ആ സ്പോട്ട് കാണാം. അതുപോലെ തന്നെ ഒരു ഫിലിമുണ്ട് അകത്ത്, അതുപോലെ തന്നെ പുറത്തും ഫിലിമുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ. അപ്പം ഇതിനകത്തുകൂടെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ്, ഒരു ലൈറ്റ് പച്ച കളറാണ്. ഇനി വെൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് കാണിക്കാം. അപ്പം നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ സ്ക്വയർ ഒരു പീസിൻ്റെ മണ്ടേ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത്. കണ്ടോ, ഇപ്പോൾ ക്യാമറയെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നോക്കി വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ വെൽഡ് ചെയ്യുന്നത്. കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെൽഡിങ് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഓക്കെ.